ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് കൂർക്കയുമായിട്ടാണ് കേട്ടോ. ഞാനിതാ 1 കിലോ കൂർക്ക മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൂർക്ക നമ്മൾ തൊടുവിൽ നിന്ന് പറിക്കണ കൂർക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തുള്ള വീട്ടിൽ നിന്ന് ഇങ്ങനെ മേടിക്കാൻ കിട്ടിയപ്പോൾ മേടിച്ചതാണ്. ഇത് കണ്ടോ, വലിയ സൈസ് കൂർക്കയാണ്. എന്നാൽ പറ്റ ചെറുതുമല്ല, നന്ന വലുതുമല്ല, ഒരു നടുത്തരായി മീഡിയം സൈസിലുള്ള കൂർക്കയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ആ മേടിച്ച് കൂടുന്ന കവർ തന്നെ ഇട്ടിട്ട് ഒരു കവറിലെടുത്തിട്ട് കെട്ടുകയാണ്. അപ്പോൾ അതാ 2-3 കവറിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കെട്ടി റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് തുണിയൊക്കെ നമ്മൾ അലക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ കൂർക്ക അലക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്കൊന്നും ഈ ട്രിക്ക് അറിയുക പോലും ഉണ്ടാവില്ല കേട്ടോ. കൂർക്ക നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. ഉപ്പേരി വെച്ചാൽ കഴിക്കാനും എല്ലാവർക്കും കൂർക്ക നന്നായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിയാൻ കുറച്ച് താമസമാണ്. അപ്പോൾ കൂർക്ക ഉണ്ടാക്കിയാൽ നമ്മളെ കയ്യിലൊക്കെ നന്നായിട്ട് കറിയൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ ഇതാ നമ്മൾ 2-3 കവറിലിട്ടിട്ട് അലക്കണ കല്ലുമ്മ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ അലക്കിയെടുക്കുകയാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്, കൂർക്ക പെട്ടെന്ന് അലക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ തുണിയൊക്കെ അലക്കാൻ നമുക്ക് ഈസിയാണ്. തുണി അലക്കണ മാതിരി തന്നെ കൂർക്ക നമുക്ക് അലക്കിയെടുക്കാം. അപ്പോൾ ഒരു ചാക്ക് കൂർക്ക തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് അലക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ മെല്ലെ മെല്ലെയാണ് ഞാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, അതേപോലെ ചെയ്ത് നോക്കിയോണ്ടു. എത്ര തന്നെ തോനെ കൂർക്ക മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുണ്ടോ, ഈ കവറിന് ഞാൻ കവറൊക്കെ കെട്ടി വെച്ചത് അതിന് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിട്ടോ. ഞാനിത് ഒന്നും ചെയ്യണില്ല, നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഒക്കെ തുറന്ന് കാണിക്കണം. ഇപ്പോൾ ഇതണ്ട 3 കവറിലിട്ടിട്ട് ഞാൻ മെല്ലെ മെല്ലെ അലക്കിയെടുത്തതാണ് ഈ കൂർക്ക. ഇനി നമുക്കിത് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര കൂടുതൽ കൂർക്കയും ഉണ്ടെങ്കിൽ നമുക്കിത് മെല്ലെ മെല്ലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് കൂർക്ക ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് ഒരു ഹോസ് പൈപ്പ് പിടിച്ചിട്ട് ഈ കൂർക്കയിലെ മണ്ണും ചളിയും കല്ലും ഒക്കെ നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ അത് കഴുകിയെടുക്കണം. ഇത് കണ്ടോ. അപ്പോൾ നമ്മളിത് ഒരു കൈ വെച്ചിട്ടാണ് അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ അരക്കി റെഡിയാക്കിയ കൂർക്കയാണല്ലോ. അപ്പോൾ ഒരു കൈ കൊണ്ട് അതിൻ്റെ മണ്ണും ചളിയും അതിൻ്റെ തൊലിയൊക്കെ പോണ് കാണുന്നില്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നാലുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് കാണിക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, അതിൻ്റെ മണ്ണും അഴുക്കും ചളിയും ഒക്കെ ഒന്നിച്ച് വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു വട്ടം കഴുകിയെടുത്തതാണ് ഇത്. ഇനി നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം മാറ്റിയതിന് ശേഷം രണ്ടാമത് ഞാൻ ഈ ഒരു കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ കുറുക്കൻ്റെ ക്ലീൻ ചെയ്യണത്. ഇത് നമുക്കിതാ വേറൊരു പൈപ്പിൻ്റെ ചോട്ട് വെച്ചിട്ടാണെങ്കിൽ 2 കൈയും കൂടെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ മേലത്തെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് ഒന്നിങ്ങനെ മെല്ലെ ഞെരടിയാൽ തന്നെ ഫുള്ളായിട്ടും പോകും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ എന്ത് വൃത്തിയാണ്, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മെല്ലെ തുണി അലക്കണ മാതിരി മെല്ലെ കവറിലായതുകൊണ്ട് ഞാൻ മെല്ലെ മെല്ലെ ഒന്ന് അലക്കിയെടുത്തതാണ്. ഇത് 3-4 പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കുമ്പോഴേക്കും അതിൻ്റെ മേലെയുള്ള തൊലിയൊക്കെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടിയാൽ പോകുന്നതാണ്. പിന്നെ നമ്മളിത് തുണീൻ്റെ സിഞ്ചി ഉണ്ടെങ്കിൽ അതും ഇതിലേറെ ഈസിയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു തുണിയിലുള്ള സിഞ്ചി വെച്ചിട്ട് അതിലേക്ക് കൂർക്കട്ടിട്ട് ഇതേമാതിരി തുണി അലക്കണ മാതിരി അലക്കി കാണിച്ചത്. അപ്പോൾ അത് കണ്ടോ, ഇതിൻ്റെ മേലെ ഒരു ആര്, ഈ ആരിന് മാത്രമേ നമ്മൾ കത്തി ഉപയോഗിക്കേണ്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കൂർക്ക കഷ്ണം വെട്ടാനും മാത്രമേ നമുക്ക് കത്തിൻ്റെ ആവശ്യം ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ കൂർക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എത്ര കൂടുതൽ കൂർക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു സെഞ്ചിയിലോ അതേപോലെ 2-3 കവറിലോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അലക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ കൂർക്ക അലക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, കൈ കൊണ്ട് ഒന്നിങ്ങനെ ഞെരടിയാൽ പോകുന്നതുള്ളൂ കേട്ടോ. ഇതിൽ തോന തൊലികളൊന്നുമില്ല, നന്നായിട്ട് ക്ലിയറായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളെ കൂർക്ക പെട്ടെന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് എങ്ങനെ ഷേപ്പിൽ വേണമെങ്കിലും നുറുക്കിയെടുക്കാം. അപ്പോൾ ആ മേലത്തെ അതിൻ്റെ ആരൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ആര അടി മോളും ഇതേപോലെ ഓരോന്നും ഇങ്ങനെ ചെത്തിക്കളയുക. എന്നിട്ട് ഇങ്ങനെ 4 പീസാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കഷ്ണം വെട്ടിയെടുക്കാം.
അപ്പോൾ ഇത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മളെ കൂർക്ക ക്ലീൻ ചെയ്യൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഉപ്പേരി തന്നെയാണിത് കൂർക്ക. ഇത് മെഴുക്ക് പുരട്ടിയായിട്ടോ മസാലക്കറി ആയിട്ടോ അവനവൻ്റെ ഇഷ്ടം പോലെ ഏത് രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല വണ്ണപ്പോൾ കൂർക്കയൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടണ കാലമാണല്ലോ. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.